പഠിക്കാനുള്ള ഡിസ്ഫോർമാറ്റിംഗ് ആണ്. ഇപ്പോൾ ഡിസ്ഫോർമാറ്റിംഗ് എന്ന് വെച്ചാൽ ഇറ്റ് കോൺഫിഗേഴ്സ് ദ ഡേറ്റ സ്റ്റോറേജ് ഡിവൈസസ് സച്ച് ആസ് ഹാർഡ് ഡ്രൈവ്, ഫ്ലോപ്പി ഡിസ്ക് ആൻഡ് ഫ്ലാഷ് ഡ്രൈവ് വെൻ യു ആർ ഗോയിങ് ടു യൂസ് ദം ഫോർ ദ വെരി ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് നമ്മളൊരു ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്ഫോർമാറ്റിംഗ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. മാത്രമല്ല ചിലപ്പോൾ ഒ എസ് ഒക്കെ റീഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ ഒ എസ് ആദ്യമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ വെൻ ന്യൂ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇസ് ഗോയിങ് ടു ബി യൂസ്ഡ് ദർ ഓൾസോ വി perform this formatting. And we can perform this formatting on both magnetic platter hard drives and solid state drives. Then ഇത് എന്തെങ്കിലും സ്പേസ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അതായത് ഡിസ്കിൽ എന്തെങ്കിലും സ്പേസ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ കൂടുതൽ അഡീഷണൽ സ്പേസ് വേണമെങ്കിൽ നമ്മൾ ഡിസ്ഫോർമാറ്റിംഗ് ചെയ്യാറുണ്ട്. അപ്പം ഡിസ്ഫോർമാറ്റിംഗ് ശരിക്കും ഡിസ്ഫോർമാറ്റിംഗ് പ്രോസസ്സ് ആക്ച്വലി കൺസിസ്റ്റ് ഓഫ് 3 പാർട്സ്. അതായത് ലോ ലെവൽ ഫോർമാറ്റിംഗ് ഉണ്ട്, പാർട്ടീഷനിങ് എന്ന് പറഞ്ഞൊരു ഒരു മെത്തേഡ് ചെയ്യും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഹൈ ലെവൽ ഫോർമാറ്റിംഗ്. അപ്പോൾ ഇങ്ങനെ ഡിസ്ഫോർമാറ്റിംഗ് പ്രോസസ്സ് ഇൻവോൾവ്സ് 3 പാർട്സ്. അപ്പോൾ അതിൽ ഈ ലോ ലെവൽ ഫോർമാറ്റിങ്ങിൽ നമ്മൾ എന്തുവാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ബിഫോർ എ ഡിസ്ക് ക്യാൻ ബി യൂസ് ടു സ്റ്റോർ ഡേറ്റ ഇറ്റ് മസ്റ്റ് ബി ഡിവൈഡഡ് ഇൻടു സെക്ടേഴ്സ്, റൈറ്റ്? sectors that the disk controller can read and write. ഓക്കെ, അപ്പം ഈ സെക്ടേഴ്സായിട്ട് നമ്മൾ പഠിച്ച കാര്യമാണ്. അതായത് സെക്ടേഴ്സായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും നമ്മുടെ ഡിസ്കിനെ, ട്രാക്സായിട്ട് നമ്മൾ സെക്ടേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ സെക്ടേഴ്സായിട്ടുള്ള ഡിവിഷനെ നമ്മൾ ലോ ലെവൽ ഫോർമാറ്റിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദിസ് പ്രോസസ് ഇസ് കോൾഡ് ലോ ലെവൽ ഫോർമാറ്റിംഗ് ഓർ ഫിസിക്കൽ ഫോർമാറ്റിംഗ്. ഇത് ശരിക്കും ഈ ഒരു ലോ ലെവൽ ഫോർമാറ്റിംഗ് ഈ സെക്ടേഴ്സായിട്ട് ഡിവിഷൻ ചെയ്യുന്നത് ശരിക്കും മാനുഫാക്ചറിങ് ടൈമിൽ ആണത് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ലോ ലെവൽ ഫോർമാറ്റിംഗിൽ ഇറ്റ് ഫിൽസ് ദ ഡിസ്ക് വിത്ത് എ സ്പെഷ്യൽ ഡേറ്റ സ്ട്രക്ചർ ഫോർ ഈച്ച് സെക്ടർ. ഓക്കെ, അപ്പോൾ ആ ഡേറ്റ സ്ട്രക്ചർ ദ ഡേറ്റ സ്ട്രക്ചർ ഫോർ എ സെക്ടർ ടിപ്പിക്കലി കൺസിസ്റ്റ് ഓഫ്, ആ ഡേറ്റ സ്ട്രക്ചറിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്, ഓരോ സെക്ടറിന് നമ്മളൊരു ഡേറ്റ സ്ട്രക്ചർ കൊടുക്കുന്നുണ്ട്, സ്പെഷ്യൽ ഡേറ്റ സ്ട്രക്ചർ we are assigning it, and that data structure for each sector typically consists of a header, a data area usually 512 bytes in size, and a trailer. Okay, and the header and the trailer contain information used by the disk controller such as sector number and error correcting code. അപ്പം ഈ ഡേറ്റ സ്ട്രക്ചേഴ്സ് അപ്പം ഓരോ സെക്ടറിനും സെക്ടേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് പറയുന്നു. ലോ ലെവൽ ഫോർമാറ്റിങ്ങിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്കിനെ സെക്ടേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ ഓരോ സെക്ടറിനും നമ്മളൊരു ഡേറ്റ സ്ട്രക്ചർ അസോഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഡേറ്റ സ്ട്രക്ചറിനകത്ത് എന്തൊക്കെ ഇൻഫർമേഷനാണ് ഉള്ളതെന്ന് വെച്ചാൽ നമുക്കൊരു ഹെഡർ കാണും, ഒരു ട്രെയിലർ കാണും, പിന്നെ ഒരു ഡേറ്റ ഏരിയ. ഈ ഡേറ്റ ഏരിയയാണ് നമ്മൾ 512 bytes എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഒരു കാര്യമാണ് നമ്മൾ ഡിസ്ക് സ്ട്രക്ചറിനകത്ത് നമ്മൾ ആ ലോജിക്കൽ ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ആ ലോജിക്കൽ ബ്ലോക്സ് വിൽ ബി 512 bytes. ആ ഒരു ലോജിക്കൽ ബ്ലോക്കിനെ നമ്മളൊരു സെക്ടർ ആയിട്ട് മാപ്പ് ചെയ്യുന്നു എന്ന് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഒരു സെക്ടറിന് അസോഷ്യേറ്റ് ചെയ്തൊരു ഡേറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഡേറ്റ സ്ട്രക്ചറിന് ഹെഡർ ഏരിയയും കാണും, ഒരു ഡേറ്റ ഏരിയയും കാണും, യൂഷ്വലി 512 bytes ഇൻ സൈസ്. നമ്മൾ എത്ര സൈസിലായിട്ടാണ് നമ്മൾ സെക്ടർ ഡിവൈഡ് ചെയ്യുന്നത് അത്രയും സൈസായിരിക്കും ആ ഡേറ്റ ഏരിയയും വരുന്നത്. ഓക്കെ, പിന്നെ എൻ്റെ ട്രെയിലർ ഉണ്ടാവും. ദ ഹെഡർ ആൻഡ് ദ ട്രെയിലർ contain information used by disk controllers such as sector number കാണും, പിന്നെ ഒരു എറർ കറക്റ്റിംഗ് കോഡ് കാണും. ഈ എറർ കറക്റ്റിംഗ് കോഡ് ഇറ്റ് ആക്ച്വലി കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ സച്ച് ദാറ്റ് ഇഫ് ഓൺലി ഫ്യൂ ബിറ്റ്സ് ഓഫ് ഡേറ്റ ഹാവ് ബീൻ കറക്റ്റഡ്. ഇപ്പോൾ കുറച്ച് ബിറ്റ്സ് എന്തെങ്കിലും എറർ സംഭവിച്ചാൽ അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എറർ കറക്റ്റിംഗ് കോഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡേറ്റ റീജിയനിൽ ഏതെങ്കിലും കുറച്ച് ബിറ്റ്സ് എങ്കിലും കറക്റ്റായി കഴിഞ്ഞാൽ നമുക്കത് ദിസ് എറർ കറക്റ്റിംഗ് കോഡ് എനേബിൾസ് എ കൺട്രോളർ ടു ഐഡൻറ്റിഫൈ വിച്ച് ബിറ്റ്സ് ഹാവ് ബീൻ ചേഞ്ച്ഡ് ആൻഡ് കാൽക്കുലേറ്റ് വാട്ട് ദ കറക്റ്റ് വാല്യൂസ് ഷുഡ് ബി. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ ഡിസ്ക് കൺട്രോളറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് എവിടെയാണ് അതിൻ്റെ കറക്റ്റ് വാല്യൂ എന്തായിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ എറർ കറക്റ്റിംഗ് കോഡ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ദെൻ റിപ്പോർട്ട്സ് എ റിക്കവറബിൾ സോഫ്റ്റ് എറർ. ദെൻ അപ്പം when the disk controller writes a sector of data during normal IO. ഈ നോർമൽ IO എന്ന് ഉദ്ദേശിക്കുന്നത് റീഡ് റൈറ്റ് ഓപ്പറേഷൻ, നോർമൽ റീഡ് റൈറ്റ് ഓപ്പറേഷനെയാണ് നോർമൽ IO എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡിസ്കിൽ വരുമ്പോഴേക്കും ഡിസ്ക് IO എന്ന് പറയുന്നത് റീഡ് റൈറ്റിനെയാണ് നമ്മൾ ഡിസ്ക് IO അല്ലെങ്കിൽ നോർമൽ IO ഇൻ ഡിസ്ക്. The way what it means is that so when the controller writes a sector of data
during normal I/O, the ECC is updated with the value calculated from all the bytes in the data area. And when the sector is read, the ECC is recalculated and compared with the stored value. Okay, now if the stored and the calculated numbers are different, okay, this mismatch indicates that the data area of the sector has become corrupted and this sector may be bad. അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒരു ബാഡ് സെക്ടർ എന്ന് വിളിക്കും. അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ഓൾറെഡി സ്റ്റോർഡ് ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ദ ഡേറ്റ സെക്ടർ ഗോട്ട് കറപ്റ്റഡ് അല്ലെങ്കിൽ ഡിസ് സെക്ടർ ഗോട്ട് കറപ്റ്റഡ്. ഓക്കെ, now most hard disks are low level formatted at the factory as part of the manufacturing process. ഇനി അടുത്ത രണ്ട് പാർട്സ് എന്ന് പറയുന്ന പാർട്ടീഷനിങ് ആൻഡ് ഹൈ ലെവൽ ഫോമാറ്റിംഗ്. So before a disk can be used to hold files, the operating system still needs to record its own data structures on the disk. It does so in two steps. Okay, the first step is to partition the disk into one or more groups of cylinders. നമ്മളിപ്പോൾ OS ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴേക്കും നമ്മൾ പാർട്ടീഷൻ ചെയ്തില്ല ഡ്രൈവിന്. അപ്പോൾ അതേ സെയിം സാധനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വി മസ്റ്റ് ബി പാർട്ടീഷനിങ് ദ ഡിസ്ക്. സോ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്യാൻ ട്രീറ്റ് ഈച്ച് പാർട്ടീഷൻ ആസ് ദോ ഇറ്റ് വേർ എ സെപ്പറേറ്റ് ഡിസ്ക്. Okay, for instance, one partition can hold a copy of the operating system executable code. അതായത് നമ്മളിപ്പം നമ്മുടെ ഹാർഡ് ഡിസ്കിനെ നമ്മൾ CDE ഡ്രൈവ്സ് ആയിട്ട് നമ്മൾ തിരിക്കും. എന്നിട്ട് C ഡ്രൈവിനകത്തായിരിക്കും OSും മറ്റ് പ്രോഗ്രാം ഫയൽസും. അത് മാത്രം ഡെഡിക്കേറ്റഡ്ലി C എന്ന് പറയുന്ന ഡ്രൈവിനെ നമ്മൾ OSും മറ്റ് പ്രോഗ്രാം ഫയൽസിനും വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യും. ഓക്കെ, while other partitions hold other user files. Okay,